ഈ കാണുന്നതാണ് ബഹറിൻ ബീച്ച് കോസ്വേയുടെ കപ്പൽച്ചാൽ. ആ കാണുന്ന മുഴ പോലെ കാണുന്നതാണ് കപ്പൽച്ചാലിന്റെ പാലം. നമ്മൾ അതിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇത് ഈ ഒരു സൈഡ് 28 കിലോമീറ്ററാണ്. സൗദിയിൽ നിന്ന് നിങ്ങൾ സൗദി ടോൾ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോയി മിഡിൽ വരെ ഉള്ളത് 28 കിലോമീറ്ററാണ്. അന്നേരം ഈ കാണാൻ പോകുന്ന ഈ കയറുന്നതാണ്. ഇപ്പൊ പാലത്തിന്റെ ഇറക്കം കയറാൻ തുടങ്ങി. ഈ കാണുന്നതാണ് പാലം. ഇതാണ് ബഹറിൻ പാലം എന്ന് പറയുന്നത്. ഇതിനിടയിൽ കൂടെ കപ്പലും പാസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് പണിതേക്കുന്നത്. സൈഡിൽ നിന്നുള്ള വ്യൂവിലാണ് പാലത്തിന്റെ ഹൈറ്റ് മനസ്സിലാകുന്നത്. കയറുന്നുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞവർക്കാണെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. കൊറിയൻ ഡ്രോയിങ് ആയ കാരണമാണ്. ബ്രിട്ടീഷ് ഡ്രോയിങ്ങോ അമേരിക്കൻ ഡ്രോയിങ്ങോ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കൊറിയൻ ഡ്രോയിങ്ങിന്റെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ ഈ പാലം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൈവേദികൾ മാത്രം ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലാണെങ്കിൽ 16 കോടി രൂപയാണ് ചെലവാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഓരോ നട്ടുകൊണ്ടും അവർ അതിന്റെ തുരുമ്പ് മാറ്റി ടൈറ്റ് ചെയ്യും, ലൂസാക്കും, പെയിന്റ് അടിക്കും. എല്ലാ 3 മാസം കുഴിക്കുന്ന പെയിന്റ് അടിക്കും, തുരുമ്പ് പോയെടുത്ത്. നമ്മുടെ മുന്നിൽ പോകുന്ന ബസ്സാണ് ടൂറിസ്റ്റ് ബസ്. ഇതേലെ ആൾക്കാർ, കമ്പനിക്കാർ, മൊത്തം വിസ ഉള്ളവരെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇത് കൂടുതൽ വിനോദസഞ്ചാരികൾ പോകുന്ന ബഹറിന് പോകുന്നതാണ്. ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ കാണും അവിടെ. ഒരേ രാജ്യക്കാരുടെയും പിന്നെ സിനിമ, പുതിയ സിനിമ റിലീസ്. അതിപ്പം ഇവിടെയുണ്ട്, സൗദിയിലും ഉണ്ട്. ഈ മുന്നിൽ കാണുന്ന രണ്ട് ലൈറ്റ് ഹൗസ് എന്ന് പറയാം. ആദ്യം കാണുന്നത് സൗദിയുടെയും രണ്ടാമത് കാണുന്നത് ബഹറിന്റെയാണ്. ലൈറ്റ് ഹൗസ് പോലെ കാണുന്ന, അതെ, നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൂം ചെയ്യുന്നില്ല. നോർമലായിട്ട് അടുത്ത് വരുന്നോറും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് ബോർഡ് കാണുന്നിടത്ത് നമ്മൾ കട്ട് ചെയ്യുന്നു, സെൻസർ ചെയ്യും. ഇപ്പൊ ഞങ്ങള് സൗദി സൈഡിലാണ്. ബഹറിൻ സൈഡിലോട്ട് കയറാറായില്ല. ഈ ഒരു 10 കിലോമീറ്റർ ഉണ്ട് ബഹറിൻ സൈഡ് എത്തണമെങ്കിൽ. വീഡിയോ കണ്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമന്ററി തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ടാണ്. കണ്ടോ, ഇവിടുത്തെ വണ്ടികൾ പോകുന്ന എന്ത് മര്യാദയ്ക്കാണ്. നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ 56 വണ്ടി വന്ന് ഇതിനിടയ്ക്ക് കയറി തിരിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു. വേണേ നമ്മുടെ വണ്ടിയുടെ മുന്നിലിട്ട് ഈ ഊട്ടനും കൂടെ അടിച്ചിട്ട് പോകും. ആംബുലൻസുകാരുൾപ്പെടെ. അങ്ങനെയുള്ള നാടാണ് നമ്മുടെ. ഇവിടെ പോകുന്നുണ്ടോ, ആ മുന്നേ പോകുന്ന വണ്ടി നിങ്ങൾ കിലോമീറ്റർ ഇപ്പം 15 കഴിഞ്ഞ് കണ്ടോ, ചലിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അതാണ് ഇവിടുത്തെ രീതി. അവൻ ലൈൻ തെറ്റിയാൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, അവന്റെ പോക്കറ്റ് കാലിയാവും. എന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഞങ്ങൾ ഇതിന്റെ പുറകിൽ കൂടെ ഇങ്ങനെ പെരിയെ പോവാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് കണ്ടോ, 80 കിലോമീറ്റർ. ഇത് ജിസറാണ്. ജിസറിലോട്ട് എൻ്റർ ആകാണ്. അവിടുന്ന് കാണുന്നതാണ്, ആ കാണുന്നതാണ് 2 സ്തംഭങ്ങൾ. ഒന്ന് അവിടെ നിൽക്കുന്നതും ഒന്ന് ഇവിടെ ഉള്ളതും. ആദ്യം കാണുന്നത് ഇത്.